സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ വളരെ മനോഹരമായൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 17:11. ഇങ്ങനെയാണ് എഴുതിയിരിക്കുക: പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈശോയുടെയും പിതാവിൻ്റെയും നാമം ഈശോ എന്ന് തന്നെയാണോ? നോക്കിക്കേ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. നമ്മെയും അവൻ്റെ കൂടത്തിൽ ചേർക്കാനാണ് ഈശോയുടെ ശ്രമം. നമ്മൾ വേർപെട്ട് പോവുകയാണ്. പലവിധ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമായി നമ്മൾ അവനിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. എന്നാൽ ഈശോയുടെ ശ്രമമാണ് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഉള്ളിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ, അപകടങ്ങളിൽ പെടാതിരിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ആ ഈശോയുടെ സ്നേഹവും നോക്കിക്കേ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, അവനിതാ പറന്നു വരിക, ചിറകടിച്ച് പറന്നു വരുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് നമുക്കൊന്നാണെന്ന് പറയാൻ. സഹോദര, സഹോദരി, ഞാനും നീയും ഒന്നാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. കൃപയാൽ നിറയട്ടെ. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.